സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ പുതിയ വ്ളോഗായിട്ട് എത്തിയിട്ടുണ്ട്. മലേഷ്യ വ്ളോഗിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ വ്ളോഗിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എനിവേയ്സ് ഗൈസ്, നമ്മൾ കുറേ അധികം പരിപാടികൾ ഉണ്ട്. സോ ഈ വ്ളോഗിൽ കുറേ കാര്യങ്ങളുണ്ടാവും. എൻ്റെ വീട് ഷിഫ്റ്റിംഗ് ഉണ്ടാവും, അതുപോലെ കണ്ണാപ്പിയുടെ PC റിവീലിംഗ് ഉണ്ടാവും, TV ഉണ്ടാവും, ഇവയുണ്ടാവും, അമ്മയുണ്ടാവും. അങ്ങനെ ഇതിൽ കുറേ കാര്യങ്ങൾ ആയിരിക്കും ഈ വ്ളോഗിലുള്ളത്. സോ എല്ലാവർക്കും വെൽക്കം ഗൈസ്. നമ്മുടെ മലേഷ്യൻ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മലേഷ്യ വ്ളോഗ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും മലേഷ്യ വ്ളോഗ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മലേഷ്യ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെ മലേഷ്യയുടെ വ്ളോഗ് എടുക്കാൻ കൊടുത്തിട്ടില്ല. കാരണം 4 ദിവസം ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നിട്ട്, പക്ഷേ ഫുള്ള് വീട് മാറുന്നതിൻ്റെ കാര്യങ്ങളായിട്ടും പിന്നെ അതുപോലെ എന്താ പറയുക വേറെ കുറേ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. സോ അതുകൊണ്ട് ഇനി വേണം അത് ഇന്നിരുന്നിട്ട് വേണം അത് കട്ട് ചെയ്ത് ഫുള്ള് ARSന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. സോ ഗൈസ്, ഫൈനലി ആഫ്റ്റർ 2 ഇയറിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ഫ്ലാറ്റ് വിട്ട് ഈ അപ്പാർട്ട്മെൻറ്റ് വിട്ട് പോവാണ്. എന്താ ഇപ്പോൾ മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി കുറേ നാളായി ഇവിടെ. പിന്നെ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി ഇവിടെ നിന്ന്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പെറ്റ് അലൗഡായിട്ടുള്ള കമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ എല്ലാവരും പെറ്റെന്ന് കേൾക്കുമ്പോൾ നെക്സ്റ്റ് പറയുന്നത് തന്നെ പറ്റത്തില്ലെന്ന് ഒറ്റ അടിക്ക്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള ഡോഗ്സ് ആണെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയത്തില്ല. പക്ഷെ നമ്മുടെ ഇവനെ അറിയാമല്ലോ എങ്ങനെയാണെന്ന് അവൾ. സോ അവൾ ഇവിടെ തന്നെയാണ് ജനിച്ചപ്പോൾ തൊട്ട് അവൾ അകത്ത് വളർന്നതാണ്. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട് അവൾക്ക്. ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കുകയോ എടുക്കത്തോ ഒന്നുമില്ല അവൾ. അത്രയും നന്നായിട്ടാണ് അവളകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിലേ ആയിരുന്നു ഈ ഒരു ഫ്ലാറ്റും സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി നമുക്ക് കിട്ടി. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. യെസ്, നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് അത് ആ ഫ്ലാറ്റ് എടുത്തത്. റെൻറ്റിനാണ് കേട്ടോ. ആൻഡ് ഞാൻ ഈ ഒരു വീടും എനിക്ക് കുറേ നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്. കുറേ എന്താ പറയുക, ഞാൻ എപ്പോഴും എനിക്ക് വീട് മാറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറയുവാണെങ്കിൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ ഗെയിംസ് എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം. ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വന്നത് ബ്ലൈൻഡിൻ്റെ ബൂട്ട് ക്യാമ്പിലാണ്. ആ സമയം തൊട്ട് എനിക്ക് അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ പറയുമായിരുന്നു, ബ്ലൈൻഡ് ബൂട്ട് ക്യാമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് വൺ ഓഫ് ദ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ബ്ലൈൻഡിൻ്റെ ബൂട്ട് ക്യാമ്പ്. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോഴും ഇതേ ഫീലായിരുന്നു. എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ കരിയർ കുറേ ബിൽഡ് ചെയ്തു. എനിക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും കുറേ നല്ല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എടീ, ഞാൻ പോവാണേ, ഞാൻ നാട്ടിൽ പോവാ. എന്നിട്ട് എന്റെ കൺപോട്ട എല്ലാം കൂടെ എടുത്ത് എറിഞ്ഞ കുട്ടി. ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. 5 വർഷം മുന്നേ എറണാകുളത്ത് വന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു സ്യൂട്ട് കേസ് നിറയെ എൻ്റെ ഡ്രസ്സും എൻ്റെ ഒരു PCയും മാത്രം കൊണ്ടാണ് ഞാൻ എറണാകുളത്ത് വന്നത് ശരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് മാറുമ്പോഴാണെങ്കിലും എന്തൊക്കെ സാധനങ്ങളെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത്രയ്ക്കും സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങിയ PC ആണെങ്കിലും അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ. കാരണം ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, ഇനി ഇവിടെയാണ് കുറേ നാൾ, അല്ലെങ്കിൽ ഇവിടെയാണ് ഇനി എന്നുള്ള രീതിയിൽ കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടി. നമ്മുടെ സ്ട്രീമിങ്ങിനുള്ളതാണെങ്കിലും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എല്ലാം പറയാം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. ഫൈനലി നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. സോ ഷിഫ്റ്റ് ചെയ്യാൻ ഇന്നോട്ട് തുടങ്ങണം. നാളെയാണ് കണ്ണാപ്പിയുടെ PC റിവീല്. സോ ഇന്ന് പറ്റുന്ന സാധനങ്ങളൊക്കെ ഇന്നൊന്ന് പാക്ക് ചെയ്യണം. സോ വെൽക്കം ടു ദ വ്ളോഗ് ഗൈസ്. അപ്പോൾ
നമുക്ക് പൊളിക്കാം. കുറേ വ്ളോഗ് ഉടനെ വരുന്നുണ്ട്. ഇനി നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ വ്ളോഗ് അങ്ങനെ. സോ ഇവ ബോർഡിങ്ങിലാണ്. ഇവനെ ഞാൻ മലേഷ്യ പോയപ്പോൾ ബോർഡിങ്ങിലാക്കിയതാണ്. അതിനുശേഷം ഞാൻ അവളെ വിളിച്ചില്ല. കാരണം ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൾക്ക് ഫുഡ് കൊടുക്കാനാണെങ്കിലും അവളെ നോക്കാനാണെങ്കിലും കെയർ ചെയ്യാനാണെങ്കിലും കുറേ നല്ല ബുദ്ധിമുട്ടാണ്. ഓൾറെഡി അവൾ ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ കിടന്നിങ്ങനെ ഓടുന്നത് കൊണ്ട് അവൾക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല. സോ എനിക്കത് മനസ്സിലാവും അവളുടെ ഫേസിൽ നിന്ന്. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ ഇതാക്കണമെന്ന് കരുതി. അപ്പോൾ ഇവനെ എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ആയിരിക്കും ഇവനെ കൊണ്ടുവരുന്നത്. പിന്നെ അമ്മ വരുന്നുണ്ട്. പുതിയ ഫ്ലാറ്റിൽ എന്തായാലും അമ്മ കുറച്ച് ദിവസം ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം നമുക്ക് ഷിഫ്റ്റിംഗ് ഒക്കെ തുടങ്ങാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഇങ്ങനെ കിടന്ന റൂമാണെന്നറിയാമോ ഇപ്പോൾ കിടക്കുന്ന? കണ്ടായിരുന്നോ? അയ്യോ, ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുവാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി മാറ്റിയതിന് ശേഷം ഡ്രസ്സ് മാത്രം ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം. ഇതാണ് കുറേ ഉണ്ട് ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട്. സോ ഡ്രസ്സിൻ്റെ പരിപാടി നമുക്ക് ആദ്യം കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ക്യാമറ ഓഫാ ഇശാകെ. സേ ഹായ്. മതി നിൻ്റെയൊക്കെ ഹായ്. ഗൈസ്, അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇനി ലൈവ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി പരിപാടികൾ. ലൈവ് എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പോൾ ബൈ ടാറ്റാ ഗൈസ്. അപ്പോൾ ഇന്നാണ് കണ്ണാപ്പിയുടെ PC ലോഞ്ച്. സോ ഞാൻ ഇന്നലെ പറ്റുന്ന പോലെ മാക്സിമം ഒതുക്കി കുറേ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെ കിടക്കുന്നത് എന്ത് കണ്ടോ? അയ്യോ നോക്കിയേ, ഡ്രാസ്റ്റിക് അവസ്ഥയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരെ നമ്മുടെ കണ്ണാപ്പിയുടെ PC ലോഞ്ചാണ്. അപ്പോൾ അവൻ്റെ അങ്ങോട്ട് പോവാണ് കായംകുളത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നാട്ടിൽ പോകണം. അമ്മയെ വിളിക്കണം. തിരിച്ച് അമ്മ എൻ്റെ അവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അമ്മ കുറച്ച് ദിവസം ഉണ്ടാവുമെന്ന്. അപ്പോൾ അമ്മയെ വിളിക്കാൻ പോകണം. അമ്മയും പപ്പയും ഉണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 11 മണിക്കാണ് ഇറങ്ങേണ്ടത് കണ്ണാപ്പിയുടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ സമയം 1 മണിയായി. ബോബും സ്റ്റീവും കെവിനും ഇവിടെ തൃപ്പൂണിത്തറയിലുണ്ട്. അപ്പോൾ അവന്മാർ കൂടെ പോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അവന്മാർ തന്നെ രാവിലെ ഒന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞതുമാണ്. എന്നിട്ട് ഈ തെണ്ടിയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ 4 മണി ഇന്നലെ ഇത്രയും പാക്കൊക്കെ ചെയ്തിട്ട് കിടന്നപ്പോൾ അവസാനം ഇപ്പം ഞാൻ ഊബർ വിളിച്ചിട്ട് തൃപ്പൂണിത്തറയിലോട്ട് അങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് പോകാൻ നിൽക്കുക. സോ തൃപ്പൂണിത്തറയിൽ പോയിട്ട് അവന്മാരെ കൂടെ നേരെ കണ്ണാപ്പിയുടെ അങ്ങോട്ട്. സമയമായി, ഒട്ടും സമയമില്ല. പപ്പോ ഊബർ വന്നു. ഇതാണ് നമ്മളെ ഇവിടെ നിന്ന് നേരത്തെ കൊണ്ടുവന്ന് പറഞ്ഞ പയ്യനിൽ ഒരാൾ. എന്താ ഇത്, പഞ്ചായത്താ? ഓ വാവ്, കുഴപ്പമില്ല, ഷിഫ്റ്റിങ്ങിന് തിരക്കില്ല. ഹായ്, ഉറങ്ങിയാ ഗൗഡ? ഇറങ്ങ് വാ, എടാ പോകടാ, സമയത്ത് എടാ പന്നം. ഹലോ ബ്രോ, ഹായ്. നീ ആരാ നീ? വൃത്തിയുള്ള റൂം ഞാൻ കണ്ട്. കെവിന്റെ മുറിയാ ഗജനിലെ സൂര്യ. ഇതുപോലത്തെ ഒരു 3-4 ട്യൂബ് കൂടെ ഒക്കെയാണ്. എന്നാൽ കറക്റ്റ് മറ്റേ ഗജനിലെ സൂര്യ ആവുമായിരുന്നു. ഇതാണ് കെവിൻ്റെ ഗെയിമിംഗ് റൂം. ഇന്ന് ഇതുപോലത്തെ ഒരു ഗെയിമിംഗ് റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ണാപ്പിയുടെ ഗെയിമിംഗ് റൂം. ഇത് അടുത്ത റൂം നോക്കട്ടെ. എന്താ പറയാ, ഇത് അക്യൂറിയോ? ഓ സോറി PC ആയിരുന്നു. കൊള്ളാം. ഹൾക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നോട് ലൈവ് തുടങ്ങും നാളെ തൊട്ട്. ഓക്കെ, വാ സമയമില്ല, പോവാ. ഗൈസ്, അപ്പോൾ നമ്മൾ പോവാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പരിചയപ്പെടുത്ത്. കെവിന്റെ കൂട്ടുകാരൻ ഗൗഡ. ഇതെങ്ങനെ എടുക്കും? ഫസ്റ്റ് ചാൻസ് അത് നമ്മളൊക്കെ എടുക്കണം. ഇതൊന്നും കണ്ടുകൂടാ. 100 അറിഞ്ഞുകൂടാതെ
എന്താ ഇവിടെ ഇച്ചിരി ഓട്ടിക്കാൻ പാടാണ്. എന്റെ അമ്മച്ചി ഇത് എന്തിനൊക്കെ കാണിക്കുന്നു കൈയൊക്കെ വെച്ച്. ചന്ദ്ര സ്വിഫ്റ്റ് അല്ല വേറെ ഒന്നും ഇത് ഇടിച്ച ആ ബൈക്കിൽ. ഇത് ഇപ്പൊ പ്രശ്നമാണ്. ഇവിടെ ഇതൊന്നും വളയില്ല. ഇത് അറിഞ്ഞുകൂടാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇതിന്ന് കണ്ണാപ്പി അവിടെ ഗെയിം റൂമിൽ കളിച്ചു തുടങ്ങിയാൽ നമുക്ക് കയറാൻ പറ്റൂല. ചന്ദ്ര വെളുപ്പിന് 8:30 നമ്മൾ ഇറങ്ങിക്കണം. ഇതിപ്പോ അവരെ അടിയിട്ട് ഇവിടെ ഇച്ചിരി ബിൽഡപ്പായി കൊടുത്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പോ ജസ്റ്റ് മിസ്സാണ് രക്ഷപ്പെട്ട. ചന്ദ്രൻ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരുന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ കാർ എടുത്ത തന്നെ. ജസ്റ്റ് ഫുൾ ടാങ്ക് അല്ലേ ജസ്റ്റ്. നമുക്ക് ഇനിയിപ്പം പെട്ടെന്ന് അവിടെ പോകണം. ഒരു 2 മണിക്കൂറിൽ എത്തിക്കണം. നമ്മൾ 100 പോണേ. ഈ ബ്ലോഗ് വന്നില്ലെങ്കിൽ വിചാരിച്ചാൽ നമ്മൾ മരിച്ചു പോയെന്ന്. മരിക്കും. ഒരു സെക്കൻഡ് അങ്ങോട്ട് ഗൈസ്, നമ്മളിപ്പോൾ കഴിക്കാൻ കയറിയതാണ്. എല്ലാവരുടെയും വയറ് കീറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിട്ട്. ഡയറ്റ് ആയതുകൊണ്ട് അല്ല, രാവിലെ എണീറ്റിട്ട് രാവിലെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത് ഏകദേശം എത്ര മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്? 2 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആ 2 മണി വരെ ഒന്നും കഴിക്കാതിരുന്നേക്കണം അവന്മാർ. ആ എന്തോ ചന്ദ്രൻ വരും ഞാൻ 11 മണിക്ക് എണീറ്റാനാ ഞാൻ 11 മണിക്ക് എണീറ്റാനാ ഞാൻ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 1.25 മണിക്കൂറല്ലേ ഡസിയേ? 1.25 മണിക്കൂറുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. നമ്മുടെ ഓസ്മോ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയമായി. ചെറിയതായിട്ട് ഇടയ്ക്ക് സ്ക്രീനിൽ ടച്ച് ആകുമ്പോഴത്തേക്കും പോർട്രേറ്റ് ആവുന്നു. Couples, we got like new couples in the city. Couple boys. ഞാൻ ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു. തകരണം. ഇവിടെ നമ്മുടെ എന്നച്ചല്ലേ ഇത്? നമ്മുടെ NH-ന്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ആയി. കുറേ അടുത്ത് പണിയൊന്നും നടന്നിട്ടേ ഇല്ല. കുറേ അടുത്തൊക്കെ ഒരുമാതിരി തീരാറൊക്കെ ആയി. ഞാൻ ഇതുവഴി വന്നിട്ട് ഇപ്പം എനിക്ക് അവിടെ 2 വർഷത്തിന് മുകളിലായി. നല്ല രസമുണ്ട്. പക്ഷെ പണിയൊക്കെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ഇതുവഴി നാട്ടിലൊക്കെ സുഖമായിട്ട് കാറിലൊക്കെ ഒരു 3 മണിക്കൂർ കൊണ്ട് പോയിട്ട് എറണാകുളത്ത് തിരിച്ചു വരാം. ചേട്ടൻ ലിഫ്റ്റ് ചോദിക്കുന്നു. ആ മീനാട്ടാ, തരണ്ടി. ഹലോ, ഹായ് ഗായ്സ്, ഹായ്. അയ്യോ, എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇത്ര ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇത്രയും പേര് ഒരാളെ സ്വീകരിക്കാൻ. സ്നൈപ്പേ വേണ്ട, പൂച്ചണ്ടൊന്നും വേണ്ട. അപ്പൊ അടിച്ച് കണ്ണൊക്കെ ക്രാവിരിക്കണ്. ഏതടിച്ചത്? ഗൈസ്, സ്വാഗതം ടിവിയുടെ പടം. ഇതാരും ഞാനല്ല, ഇത് ഞാനല്ല, വേറെ ആരുമാണ്. വെച്ചെന്തോ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ആരടാ? ഇതൊക്കെ ആര്? നമ്മളല്ല വെച്ചെന്തോ ചെയ്തിരിക്കുന്നത്. ഇതെന്തോ ഈകളവിടെ നമ്മള് അളിയാ ഹലോ എത്തോടി ലുക്ക് നമ്മളങ്ങനെ സീനായിട്ട് വരത്തില്ല. ഏതായി പെൺകൊച്ചെന്ന് ആരാ അമ്മ വന്നപ്പോ എന്റെ മുടിയൊക്കെ വെട്ടിക്കളി. നമ്മള് വരുമ്പോ സ്വീകരിക്കാൻ തന്നെ കുറെ ആൾക്കാര്. ഹായ് നിമ്മു, സൈഗോ, ചെണ്ടവെള്ളം വേണ്ട, ഞാൻ കേറട്ടെ. ഇതൊക്കെ ആരടാ? ഇതൊക്കെ
നീ ഇല്ല ബോബിനെന്ന് കാണിച്ചാണ്. ബോബ് കാണിച്ചു. ഇത് ഈകളെവിടെ? പാവ സുരേഷ് ഒരു കണ്ണങ്ങോട്ട് ഒരു കണ്ണിങ്ങോട്ട് കളിക്കണ എന്നാ കൊണ്ടുപോയി കത്തീര്. എന്ത് വെച്ച സാധനം ഇളകി പറപറാന്ന് താഴെ വീണ് പടപടാന്ന് പൊട്ടി. അപ്പൊ നീ എന്റെ നാനോ ലീഫിന്റെ ആവശ്യമില്ല ഇപ്പൊ ഇവിടെ. ഇതിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ കൊണ്ട് കുത്ത്. ഇപ്പൊ കുത്താൻ നാനോ ലീഫ് ഇല്ല. എന്താ പറയണേ? ഇല്ല, നാനോ ലീഫ് ഭിത്തിയിലില്ല. 3M ടാപ്പ് ചുട്ടിയടാ. 3M ഇനിയിപ്പോ എങ്ങനെ ഈ സമയത്ത്? ഇല്ല, ഞാൻ അതുകൂടി വാങ്ങിച്ചോണ്ട് പറഞ്ഞായിരുന്നാ. അതുകൂടെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. നമുക്ക് എന്തായാലും നോക്കായിരുന്നു. ഇവനൊക്കെ ഗെയിമിംഗ് റൂമൊക്കെയാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല. ഇപ്പം തർക്കത്തിലാണ് ആര് പറഞ്ഞു നമ്മളിടാൻ വേണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഈഗിളിടണോ നിർബന്ധം. ഇപ്പൊ കണ്ണാപ്പിക്ക് ഇടണം. ഈഗിളിടാൻ പറ്റൂല. അല്ലെ സോറി, ഈഗിൾ എത്തിട്ട് പോയി. അതെ, എന്ത് പ്രശ്നം കേൾക്കുന്നില്ല. ഈഗിൾ ഡ്രൈവർ ഇട്ടല്ലേ ഈഗിളെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നാടൻ മുറിക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ജോജി ബ്രോ ഉണ്ട്. ജോജി എവർലൈറ്റിൻ്റെ ഓണറാണ്. വലിയ ഫോട്ടോഗ്രാഫർ പ്ലസ് വീഡിയോഗ്രാഫർ പ്ലസ് എല്ലാം ആണ്. നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ സമീപിക്കുക. എൻ്റെ എല്ലാ ഫോട്ടോസും എടുക്കുന്ന ജോജി ബ്രോ. കണ്ണാപ്പി ഇതാരാ ഈ സോണി മേടിച്ചു കൊടുത്താരാ? ആരാ? അവന്റെ മാത്രല്ല, നമ്മ ടിവിയുടെ ഗിഫ്റ്റ്. നീ ടിവിയുടെ ഗിഫ്റ്റ്. താങ്ക് യു ടി വി. എല്ലാവരും ഇന്നലെ രാത്രി പെട്ടെന്ന് പിരിവിട്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് അങ്ങനെ വലുതായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആവുന്ന നമ്മളൊരു 10,000-ഓളം ഒരു 10,000-ഓളം നമ്മളെ കൊണ്ടിടാൻ പറ്റി. അപ്പോൾ നമ്മളെ ടിവിയുടെ ഗിഫ്റ്റാണ് തോന്നിയിരിക്കുന്നത്. ഇതാര് എവിടെയോ കണ്ട പയ്യൻ ചുമ്മാടാ. എൻ്റെ വാടകയ്ക്ക് എടുത്തല്ല, അവൻ്റെ വാടകയ്ക്ക് എടുത്ത സാധനമല്ലേ ഇത്. ഈ മറ്റേ അവൻ്റെ എനിക്ക് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ? വാടകയ്ക്ക് എടുത്താണ്. സീറോ സിംഗിളിന്റെ PC ആണ് ഇവിടെ. അയ്യോ, ഓർഡർ ഇവിടെ. അവനെ നിർബന്ധിക്കില്ല, അവനെ ഇഷ്ടമല്ല, അവന് നിർബന്ധിക്കില്ല. കഴിയുള്ള അവിടെ ഈസി ഇപ്പൊ ഷൂട്ട് കാണിച്ചു തരാം. അയ്യോ, തലയിലടിച്ച് ചാവാണ്ടിരുന്നത്. കാണത്താരൊക്കെ ഉണ്ട്? ഗെയിമിംഗ് റൂം കാണത്താരൊക്കെ ഉണ്ട്? നീ കണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ല. എൻ്റെ ഇംപ്രഷൻ എടുക്കാം. സൈക്കോ സീറോ സിംഗിളിന്റെ PC ഞെട്ടിക്കോ? ഞെട്ടിച്ചല്ലേ? ഞാൻ നോക്കട്ടെ. എൻ്റെ അമ്മോ, കണ്ണാപ്പിയേ. ഓക്കെയാണ്, നൈസ്, അടിപൊളി. എൻ്റെ ഡയലോഗ് എടുത്തില്ല കേട്ടോ. ലെറ്റ്സ് ഗോ. ഇതാണ് കണ്ണാപ്പിയുടെ PC സെറ്റപ്പ്. എൻ്റെ സെയിം കാർഡാണ് കണ്ണാപ്പിയുടെയും. ഫുള്ള് ഗിഫ്റ്റല്ലേ?
ഇതൊക്കെ ആരെന്ന് വെച്ചാൽ അറിയാമോ എന്തോ ഇതൊക്കെ അറിയാമോ ജോജോ ഇതാണ് ജോജോ അല്ല നമ്മളത്തെ കള്ളന്മാരാ ജോജോയുടെ ബോട്ട് അല്ലെ ഇത് ഷുങ്കായി അല്ലേ ഷുങ്കായി സംഗായി നല്ല രസമുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് ഗിഫ്റ്റ് ആണ് അത് ഗിഫ്റ്റ് കിട്ടിയാണ് ജർമ്മൻ കണ്ണാപ്പി ഗിഫ്റ്റ് ഒക്കെ തരാം നിനക്ക് അതിലെ തന്നത് ഹോം തിയേറ്റർ ഹോം തിയേറ്റർ കൊടുത്തില്ലേ നമ്മള് പിരിവിട്ട് ഇന്നലെ രാത്രി ലൈൻ കട്ട് കത്തിക്കാൻ പറ്റൂല കണ്ണാപ്പി വെക്കണേ പോരെ ഈ സാർ നമ്മൾ എടുക്കണേ ഇത് നമ്മൾ കൊണ്ടുപോണേ എല്ലാരും വലിച്ചെടുത്താട്ടെ എ സി എല്ലാരും ശ്വസിച്ച് എടാ ഈ തറ എന്താ ചെയ്തേക്കണേ എടാ കണ്ണാപ്പി ഇത് വുഡനാണോ ഫുൾ വിനയൽ അത് കൊള്ളാം ഞാൻ ഇപ്പഴും ശ്രദ്ധിച്ചേ ഇതൊക്കെ എന്ത് കണക്ക് കണ്ണാപ്പി ഇതൊക്കെ എന്ത് കണക്കാണ് ഇതൊക്കെ എന്ത് കണക്കുന്നു ഇതിനൊക്കെ സ്നേഹപൂർവ്വം ജർമ്മൻ കണ്ണാപ്പി ഇതാരാ ഈ കേക്ക് ആരുടെ ഗിഫ്റ്റാ അച്ഛൻ്റെ ആണോ സിമ്പിൾ മനുഷ്യൻ ഒരു പ്രൈവസി ആക്ച്വലി കൊടുക്കാം കുറച്ച് പ്രൈവസി കൊടുക്ക ഇവിടെ എത്ര ക്യാമറ ഉണ്ട് ഒന്ന് എണ്ണിയാ കുറച്ചേ ഉള്ളൂ സൗകര്യം ഇല്ലടാ 50,000 ക്യാമറ അവന്റെ പ്രൈവസി അതുമായിട്ട് കിക്ക് ലൈവ് കൊച്ചുമോന്റെ പേടിപ്പിക്കണടാ കഴിക്കാൻ പറഞ്ഞു വലിക്കല്ലേ ഉള്ളാറുമുണ്ട്. അയ്യോ ഇത് തിരിഞ്ഞിരിക്കുന്ന ഗിംബലൊക്കെ ചത്ത അനങ്ങില്ല. ഇന്നിവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഞാൻ സ്റ്റീവ് ഇന്ന് ട്രിവാൻഡ്രം പോകുന്നുണ്ട്. സോ ഞാൻ സ്റ്റീവിനോട് ട്രിവാൻഡ്രം പോയിട്ട് വീട്ടിൽ പോകണം. എന്നിട്ട് നാളെ ഒരു ദിവസം അമ്മയുടെ കൂടെ നിൽക്കണം, വീട്ടുകാരുടെ കൂടെ നിൽക്കണം. എന്നിട്ട് മറ്റന്നാൾ ഇങ്ങോട്ട് നമുക്ക് വന്ദേ ഭാരതിലാണ് തിരിച്ച് വരുന്നത്. സോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചൊരു കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങണം. ഈഗിളും പോവാം. ഈഗിളിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട്. ഇവിടെ വാഗമൺ ഇവിടെയോ. അപ്പോൾ സോ ഈഗിളും പോവാം. അങ്ങനെ നാളെ വന്നാൽ മതിയല്ലോ. ഇതാരൊക്കെയാ? സോറി അറിയണ്ട കൈ ഹായ് പറയാനുണ്ട്. കൈ വന്നേ ഹായ്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തുള്ള ഒരു ഓടി വന്ന് ഇവിടെ വാ. നമ്മളെ അഡ്മിനാ തോന്നിക്കുന്നത്. സെർവറിന്റെ അഡ്മിൻസ് റിസർവ്ഡ്. ഓ ഓ ഓ ഓ ഓ ഓ വൈഫ് തിങ്സ് അല്ലേ? അത് കൊള്ളാം. ഇറങ്ങി കണ്ടോ? ഇത് കണ്ടോ? ഇത് 4 മണി ഇറങ്ങിക്കേ. ഇതെന്താ
നമ്പർ പോലെ പറയാറില്ല. അറിയാം എന്നാലും Ryzen 7 9850 XRD 32GB CL30 RAM ഉണ്ട്, 1TB SSD, MSIയുടെ ലിക്വിഡ് SoC 5080 ഗ്രാഫിക്സ് കാർഡ്, പിന്നെ 1200 പവർ സപ്ലൈ. കേസ് അല്ല, ഇത് കേസിൽ കുറേ ചെയ്തിട്ടുണ്ട്, ഫാൻസ് മാറ്റിയിട്ടുണ്ട്, എല്ലാം ലിയൻലിയുടെ ഫാൻസാണ്. ഇത് ലിയൻലിയുടെ SL ഫാൻസ് വെച്ചേക്കുവാണ്, താഴെ ഇൻഫിനിറ്റി വെച്ചേക്കുവാണ്, ഇവിടെയും ഇൻഫിനിറ്റിയുടെ ആണ്. ഇതെല്ലാം വയർലെസ് ഫാൻസ് ആണ്. ഈവൻ സ്ട്രിമ്മർ കേബിൾസ് ആണെന്നുണ്ടെങ്കിലും വയർലെസ് സ്ട്രിമ്മർ കേബിൾസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ ഉള്ള ലിക്വിഡ് കൂളർ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് ഇത് ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ അല്ലേ? സ്ക്രീൻ ഉള്ളത് സ്ക്രീനിന്റെ ഡീപ്പ് കൂളിൻ്റെ ആണ്. അത് ലിക്വിഡ് കൂളറിന്റെ കൂടെ തന്നെ വരുന്നതാണോ? കൂടെ വരുന്ന മോഡലാണ്. മൊത്തത്തിൽ സെറ്റാണ്. കുറച്ച് ചെറിയ കുറച്ച് ട്യൂബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ട്യൂബ്സ് ഒക്കെ ചെയ്ത് സെറ്റ് വെച്ചേക്കുവാണ് മൊത്തം. ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രു എക്സ്ക്ലൂസീവ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം കൊണ്ടുള്ള കഷ്ടപ്പാടല്ലേ ചന്ദ്രു? ടിവിയിലെ 6 വർഷം കൊണ്ടൊന്നും സത്യം പറടാ പട്ടി. 6 വർഷം ഒന്നുമല്ലല്ലോ. ഇപ്പൊ ഇത്ര ദിവസം എടുത്തു. ഇതെടുത്തതോ? ഇതെടുത്ത് 1 മാസം ചന്ദ്രു. എന്നെക്കാട്ടി കൂടുതൽ ഓടിയ വീട്ടുകാരാണ്. ഫുള്ള് തടിക്ക് പെറുക്കാനും മറ്റേനും മറിച്ചതിനും എല്ലാം ഓടിയത്. ഞാൻ ഇതിൻ്റെ പുറകിൽ ഒന്നും ഓടിയില്ല. ഞാൻ എന്ത് വെച്ചാൽ രാവിലെ കിടന്നു, രാവിലെ വൈകുന്നേരം വരെ ഉറങ്ങി. ഷെബിൾ കഷ്ടമാണ്, കഷ്ടം തന്നെ, കഷ്ടമാണ് കേബിള്. ഇനി നേരെ നിങ്ങൾ ലൈവ് വരുമ്പോൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതേതാ, ആ ഏസ് ഒക്കെ നടുക്കിയിരിക്കുന്നത് കാണിച്ചോളി. ഓണറബിൾ നോർമലായിട്ടുള്ള ഗെയിമിങ്ങിനെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുന്നത്, ദിസ് ഈസ് നമ്മുടെ എല്ലാ ഗെയിമേഴ്സിൻ്റെ ഒരു ഡ്രീമാണ് ഒരു ഗെയിമിംഗ് റൂം വെക്കുക എന്നുള്ളത്. ആൻഡ് യാ, ഇതൊക്കെയാണ്. ഇതിലാണ് നമ്മളിപ്പോൾ സ്ട്രീമും കാര്യങ്ങളും ചെയ്യുന്ന, ഗെയിം കളിക്കുന്ന PC ആണ് ഇതിരിക്കുന്നത്. ദിസ് ഈസ് സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ, ആൻഡ് ഇതാണ് ആ ഗെയിമിംഗ് സെറ്റപ്പ് എല്ലാം വരുന്നത്. പിന്നെ ഇതൊക്കെ ഡെക്കോസാണ്, നല്ല ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതവൻ്റെ പേരാണ്, ജർമ്മൻ കണ്ണാപ്പി എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ അതാവും ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കണേ. ഓക്കെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. കൊള്ളാം കണ്ണാപ്പി. ഇത് വിഷയമാണല്ലോ. ഇനി ഇവിടെ നിന്ന് PSVയിൽ കളിക്കാമല്ലോ എനിക്ക്. PSVയിൽ ഓക്കെ. അപ്പോൾ ഇത് PSVന് കളിക്കാനുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞ സൗണ്ട് സിസ്റ്റം എടുത്തതാണേ. ഇത് 3.1 ആണ്. അപ്പോൾ ഈ നേരെ ഒരു പടക്ക് സാധനം കൊണ്ടു തന്നു. അപ്പോൾ ഇതെനിക്ക് തരുമോ? ഇത് അച്ഛനമ്മയ്ക്ക് കൊടുത്തു ഓൾറെഡി. വിറ്റ് 15 രൂപയ്ക്ക് നഷ്ടക്കച്ചവടേ. ഒരു പരിപാടിക്ക് വരുമ്പോൾ ഒരു 10 മുട്ടായി പിടിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് നമ്മളെല്ലാവരും കൂടിയാണ് അത് മേടിച്ചത്. ഇത് നമ്മളെല്ലാവരും കൂടി മേടിച്ച് കൊടുത്തത്. ഇത് നമ്മളെല്ലാവരും കൂടി മേടിച്ചു കൊടുത്തത്. കുറച്ച് കാശായടാ. ഇന്നലെ രാത്രി ഒറ്റയടിക്ക് രാത്രി ഒറ്റയടിക്ക് പിരിവെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇന്നലെ. സത്യ ഞാൻ ഒരു 10,000 രൂപ ഒരുമിച്ച് അയച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും നമ്മൾ ആ സാധനം മേടിച്ച്. എന്നാലും അയ്യോ ക്യാമറ ചേട്ടാ, എന്റെ ക്യാമറയാണിപ്പോ. ചിരിച്ചില്ലടേ. സ്മൈൽ 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 സ്മൈൽ. 1 2 3 go. 1 2 3 2 1 go. It's TA bitches. It's TA bitches. ആള് കൂടി പേടിക്കും. ഈകള് പോവാണ്. അല്ല, നമ്മൾ ചിലപ്പോ കാലി കഴിക്കാൻ വന്ന് ഇരിക്കുവേ. കേട്ടില്ല റിപ്ലൈ തന്നെയല്ലേ? വേണ്ടായിരുന്നല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അങ്ങനെ തമാശയായിരുന്നല്ലേ ഇട്ട് പറയാ. എന്നെ സ്കാം ചെയ്ത്. ഇതാണ് ഇവയുടെ അനിയത്തി. എടാ ഇവയുടെ അനിയത്തി മക്കള്. ആടാ ഞാൻ വളർത്തിയാടാ ചന്ദ്രന്റെ. ഇതാ ഇവയുടെ അനിയത്തിയാ ഹെയ്സലേ. ഹെയ്സൽ 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 ഇവയെ പോലെ തന്നെ കാണാൻ അതേ ഇവന്റെ അതേ ഇത്.
ഇവ അന്വേഷണം പറയാൻ പറഞ്ഞു. ഹലോ, ആ ഞാനും എവനും കൂടിയാണ് എവളെ കൊണ്ട് കൊടുത്ത എവൻ്റെ കയ്യില്. രണ്ടുപേരും നമ്മള് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മള് ഇവന്റെ വീട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്ന് കായംകുളത്ത് വന്ന് ഇവനെ കൊടുത്തിട്ട് നേരെ ഇവനും കൊണ്ട് നമ്മൾ എറണാകുളത്ത്. അയ്യോ, ഉമ്മക്കുട്ടിയായിരുന്നു. ഇപ്പഴാ ഞാൻ ഓർത്തെ, ഞാനും രായനെ കൊണ്ടുപോയെ. ഹലോ, ഇവ അന്വേഷണം എന്ന് പറയാൻ പറഞ്ഞേ. ഒരു ദിവസം ഞാൻ കൊണ്ടുപോവാവേ. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബൈ 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 ബൈ. ആദ്യമേ പറഞ്ഞേ വീട്ടിൽ പോകണം. ഇത്ര സ്നേഹത്തിന്റെ അവന്റെ ഗെയിമിംഗ് റൂമിന്റെ ഉദ്ഘാടനത്തിന് വന്നവരാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, സീ യു ഗൈസ്, ലവ് യു. കേറിപ്പോഴേ പറയണേ ഞാൻ പോവൊന്ന്. ഡയലോഗ് പഠിക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ ബൈ. ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഞാനും ഉണ്ട്, സ്റ്റീവ് അസ്രായേലും ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഊബർ എടുത്ത് വീട്ടിലോട്ട് പോകണം. അവന് തിരിച്ച് അങ്ങോട്ടാണ് പോകണം, കാര്യമായിട്ടോ അല്ലേ? 20 കിലോമീറ്ററോളം പോകാൻ. അവന് ഇനി 20 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് ഊബർ എടുത്ത് വീട്ടിലോട്ട് പോവാണ്. സോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സ്റ്റീവിൻ്റെ വണ്ടി കാണിച്ചു തരാം. ഇതാണ്, ആരെങ്കിലും ഇവിടെ വെച്ച് കാണുവാണെങ്കിൽ പിടിച്ചിടിച്ചു പോകണം. സ്റ്റീവ് അസ്രായേൽ നിന്ന് ബാക്കി കാണും. അയ്യോ, നിന്റെ അമ്മയിലാണ് വണ്ടി ഓടിക്കുന്നത്. ചില പൈമാരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, ബ്രോയുടെ വണ്ടി സ്പോട്ട് ചെയ്യുന്നത്, അമ്മയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി വ്ളോഗ് നാളെ. മനോഗതം ഈ പാട്ടൊക്കെ ഇട്ട് നാളെ ഒരു മോർണിംഗ് വീട്ടിൽ നിന്ന്. ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരാം. ടാറ്റാ.